ഹായ് ഹലോ ഫ്രണ്ട്സ്, മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ ഈ വൂളൻ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യലൊന്നും അറിയണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതൊരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് ഫോർക്കിൽ ഇതുപോലൊരു വൂളൻ ത്രെഡ് ഇങ്ങനെ ഇത്രയും നീളത്തിൽ വരത്തക്ക രീതിയിൽ എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ത്രെഡ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഭാഗത്തുകൂടി ഇങ്ങനെ കടത്തി വെക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഈ ത്രെഡ് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുക. നല്ല വലിച്ച് തന്നെ ചുറ്റാം കേട്ടോ. ഞാനിവിടെ 100 പ്രാവശ്യമാണ് ചുറ്റുന്നത്. അപ്പം കൂടുതൽ ചുറ്റിയാൽ കൂടുതൽ ഭംഗിയായിരിക്കും, അത്രയേ ഉള്ളൂ. ഇത് ഇത്ര എടുത്ത് ചുറ്റിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ത്രെഡ് ഇങ്ങനെ മുമ്പിലേക്കാക്കി നമ്മൾ കെട്ടിയെടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയെടുക്കുക. ഇതുപോലെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഈ ഫോർക്കിൽ നിന്ന് ഇതിങ്ങ് ഊരിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഊരിയെടുക്കുക. ഇനി നമുക്കിത് ഈ 2 സൈഡും കെട്ടിയിട്ടതിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കത്രിക ഉപയോഗിച്ചോ ഇതുപോലെ കട്ടർ ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല റൗണ്ട് ഷേപ്പ് ആകത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ഒരുപോലെ ആക്കുക. ഈ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത പോലെ ഒരുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ റൗണ്ടായിട്ട് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ റെഡും അതുപോലെ തന്നെ യെല്ലോയും വൈറ്റും കൊണ്ട് ഞാൻ കുറേ അധികം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ അധികം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം 10 എണ്ണം വീതമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈക്വൽ നമ്പേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ കമ്പി കൊണ്ട് ഇതുപോലെ ഒരു റൗണ്ടായിട്ട് വളച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കും കൂടി വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കുന്നു. ഇതുപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കുക. ഈ കമ്പി കാണാത്ത രീതിയിൽ വേണം, നല്ല പോലെ അടുപ്പിച്ച് ചുറ്റണം. ഇത് ഫുള്ള് റൗണ്ടായിട്ട് ഇങ്ങനെ ഈ വൂളൻ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ സൂചിയിൽ ഈ വൂളൻ ത്രെഡ് തന്നെ അടിയിൽ കെട്ടിട്ടിട്ട് എടുക്കുക. നമുക്കിതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് ആദ്യം വൈറ്റും പിന്നെ യെല്ലോ പിന്നെ റെഡ്. ഇനി ഇതുപോലെ ഇവിടെ ഒരു കെട്ടിട്ടിട്ട് ഒരു മുത്തുകൂടി ഇങ്ങനെ കോർക്കുന്നു. ഇതുപോലെ ബാക്കി എല്ലാം തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ ത്രെഡിൻ്റെ നീളം നല്ല നീളത്തിൽ തന്നെ ഇടുക കേട്ടോ. ഈ ത്രെഡ് ഇതുപോലെ 10 എണ്ണവും 10 മാല പോലെ കൊരുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൽ വരുമ്പോൾ മുത്തിൻ്റെ എണ്ണം കൂടി വരും. 2 കണ്ടോ, ഇത് 3 മുത്തുണ്ട്. അങ്ങനെ അവസാനത്തേത് വരുമ്പോൾ 10 മുത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ് എടുക്കാം. എന്നിട്ട് ഈ റിങ്ങിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കെട്ടിയിടാം. അപ്പോൾ അതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിച്ചുതരാം. ആദ്യം ഫസ്റ്റ് ഒന്നാമത്തെ എടുത്തു. ആദ്യത്തെ ത്രെഡ് ഇതെടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ കെട്ടി വെക്കുക. മുത്തിങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വരത്തക്ക രീതിയിൽ വേണം കെട്ടാനായിട്ട്. അടുത്ത് നമ്മളിത് രണ്ടാമത്തെ ആ സ്ട്രിങ് എടുത്തു. ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ എൻഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ കണ്ടോ, ഇത് തീരുന്നിടത്ത് ഇത് തുടങ്ങണം. അങ്ങനെ വേണം ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേണം കെട്ടാൻ. അതുപോലെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ ഓരോ സ്ട്രിങ് കെട്ടുമ്പോൾ അടുത്തത് മൂന്നാമത്തെ എടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നിന്നും ഇത് സ്റ്റാർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് വേണം ഇവിടെ കെട്ടാനായിട്ട്. ഈ ഗ്യാപ്പും ഏകദേശം ഈക്വൽ ആയിരിക്കണം. ഈ ഓരോ സ്ട്രിങ്ങിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും ഏകദേശം ഈക്വലായിട്ട് വരണം. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കെട്ടിപ്പോവുക. ഇതിൽ ഈ റിങ്ങിലെല്ലാം ഞാൻ കെട്ടി ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ ഓരോ സ്ട്രിങ് വീതം കയ്യിലെടുത്തിട്ട് പൊക്കിയെടുക്കാം. കാര്യം അല്ലെങ്കിൽ കുരുക്ക് വീഴും. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊന്ന് നോക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഒരു കെട്ടിടുക. അത് സെൻറ്ററിലായിട്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കെട്ട് കൂടി ഇടാം. ഇവിടെ കൂടി ഒരു കെട്ടിട്ടിട്ട് ബാക്കി ഇങ്ങനെ ഒരുപോലെ ആക്കി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഇവിടെയും കൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇവിടെയും കൂടി ഒരു കെട്ടിട്ടിട്ട് ബാലൻസ് നമ്മൾ ഒരുപോലെ ആക്കി കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇത് തൂക്കിയിടാൻ പറ്റും, നല്ല ഭംഗിയാണ്. നമുക്ക് വളരെയധികം വലിയ ചിലവൊന്നുമില്ല. ഒരു 2 ബണ്ടിൽ വീതം മതി ഓരോ കളറും. ഈ തൂക്കിയിടുന്ന ത്രെഡിന് മാത്രം കുറച്ചധികം നൂല് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.